ശബരിമലയിൽ കെട്ടിക്കിടക്കുന്ന കേടായ അരവണ ടിന്നുകൾ ഉടൻ നീക്കം ചെയ്യാനുള്ള നടപടികൾക്കൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1.16 കോടി രൂപയ്ക്ക് ഏറ്റുമാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ നിർമ്മാണത്തിന് വനം വികസന കോർപ്പറേഷനിൽ നിന്നും ഏലയ്ക്ക വാങ്ങാനും ധാരണയായി. ശബരിമല അരവണയിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന ഗുണനിലവാരമില്ലാത്ത ഏലക്കയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേടായ അരവണ ടിന്നുകൾ മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് അരവണ ടിന്നുകൾ നീക്കം ചെയ്യുന്നതിനും അവ വളമാക്കുന്നതിനും ടെൻഡർ വിളിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. താൽപര്യമായി മുന്നോട്ട് വന്ന ഏറ്റവും കുറഞ്ഞ തുക മുന്നോട്ട് വെച്ച ഏറ്റുമാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ ലഭിച്ചു. 1,16,23,000 രൂപയ്ക്കാണ് ടെൻഡർ ലഭിച്ചത്. ശബരിമലയിൽ ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന കേടായ അരവണ 6 ലക്ഷം ടിന്നാണുള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ, സർക്കാർ തലത്തിൽ തന്നെ ദേവസ്വം ബോർഡ്, വനം വകുപ്പ്, ശുചിത്വ മിഷൻ അങ്ങനെയുള്ള സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചിരുന്നു. അപ്പോൾ വിശദമായ ചർച്ചകൾക്ക് ശേഷം സയൻറ്റിഫിക്കായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ടെൻഡർ വിളിച്ചത്. അപ്പോൾ ഈ 3 കമ്പനികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ലോവസ്റ്റായി കോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സെൻട്രിഫ്യൂജ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. 2 മാസത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന കേടായ അരവണ ടിന്നുകൾ നീക്കം ചെയ്യാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പദ്ധതിയിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ശബരിമല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കും. തുടർന്ന് സംസ്ഥാന സർക്കാരിനും റിപ്പോർട്ട് കൈമാറും. സർക്കാരാകും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ നിർമ്മാണത്തിന് വേണ്ട ഏലയ്ക്ക വനം വികസന കോർപ്പറേഷനിൽ നിന്നും വാങ്ങുവാനും ധാരണയായി. അരവണയിൽ ഏലയ്ക്ക ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം ഏലയ്ക്ക എന്തായാലും ഉപയോഗിച്ച് പറ്റുമോ എന്ന് ബോർഡ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വനം വികസന അതോറിറ്റിയിൽ നിന്നും ഞങ്ങൾ ഏലയ്ക്ക വാങ്ങാൻ തീരുമാനിച്ചത്. കിലോയ്ക്ക് 2,500 രൂപയ്ക്ക് നിരക്കിലാണ് നമ്മളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 12,000 കിലോഗ്രാം ഏലയ്ക്ക വേണം. അവർ 6,000 കിലോഗ്രാം അവർ ഇപ്പോൾ തന്നെ തരാമെന്നും ബാക്കി നവംബറിൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തരാമെന്നുമാണ് നമ്മളോട് സമ്മതിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളും തകൃതിയായി പുരോഗമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏപ്രിൽ മാസം മുതൽ തന്നെ പ്രവർത്തന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയതായി ദേവസ്വം വകുപ്പിന്റെ ചുമതലയേൽക്കുന്ന മന്ത്രി VN വാസവൻ ഈ മാസം സന്നിധാനത്തെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.